മോളെ ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മുംബൈ എന്ന് പറയും. അയ്യോ അത് ഞാൻ പറയേണ്ട സംഭവമാണ്. അന്ന് മുമ്പ് കയറി അടിച്ചല്ലേ. അവിടെ താരാളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ധാരാവി, അതും കേട്ടിട്ടുണ്ട്. അല്ല ഈ അറിയാൻ പാടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാ? എന്തിനാ? ഒരു കിടുക്കൻ കഥ ഞാൻ പറഞ്ഞു തരാം. തമ്പുരാൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അവിടുത്തെ ഒരു ചേരി ഒരൊറ്റ രാത്രി നിന്ന് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വൃത്തികേട് അതല്ലെന്ന്, ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ എന്നെ സംബന്ധിച്ചോളം എന്താ? ആ എന്നെ സംബന്ധിച്ചോളം അതെന്തുവാ? അത് അവിടെ മാത്രമുള്ള സംഭവമാണ്. ഈ ചോളം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ഗംഭീര സാധനമാണ്. സബ്ജക്റ്റിന് മാറുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ. കഴിഞ്ഞ കലോത്സവം കൊളാക്കിയത് ഈ ഒറ്റൊരുത്തിയാ. ഞാൻ എന്താക്കി? ഉച്ചക്ക് തിന്നാൻ ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് എടുത്തോണ്ടോയി സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ചവിട്ടി ചളക്കി. അയ്യോ, അത് ഞാൻ പ്ലേറ്റ് ചവിട്ടി ചളിക്കിയതല്ല, ഞാൻ കുച്ചിപ്പൊടി കളിച്ചതല്ലേ. അപ്പൊ എന്റെ കാര്യം എന്താ? സ്റ്റേജിന്റെ നടുവ് കയറി അണ്ണാക്ക് പിരി വെട്ടി നിൽക്കുക, ഒന്നും മിണ്ടാതെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാര് കൂവിയപ്പോ ഇറങ്ങി പോവുകയും ചെയ്തു. അത് പിരിവെട്ടി നിന്നതല്ല, അതാണ് ടാബ്ലോ. അതാണെങ്കിൽ ആൾക്കാർക്കും അറിയാത്തൊരു മത്സരം. ഈ ചോറ് വിളമ്പാൻ വന്നല്ലേ, വിളമ്പിട്ട് പോയിക്കോ. ചോറ് വിളമ്പാനോ? കാറ്ററിംഗ് അല്ലേ? ഇത് ഞാൻ ഫാൻസി ഡ്രസ്സിന് ചാർലി ചാപ്ലിൻ ആയിട്ട് നിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ മീശന്റെ ഏട്ടനാണോ ഈ താഴെ? നോക്ക്, കളിയാക്കല്ലേ കളിയാക്കല്ലേ. അന്നല്ലെങ്കിലും ഞാൻ കാണാൻ നിക്കേനി. ഇന്നെന്തിനാ ഈ ദേശഭക്തി ഗാനത്തിന് പുറത്താക്കിയത്? പുറത്താക്കിയില്ലെങ്കിലേ ജയിലിൽ പോയി കിടക്കേനി. ഞാൻ എന്തിനു ജയിലിൽ കിടക്കണോ? രാജ്യദ്രോഹ കുറ്റത്തിന്. അമ്മായി പാട്ടല്ലേ ഈ പാടിയ? നാടിൻ നന്മകനെ പൊന്മകനെ. നാടിന് നന്മ വരുന്ന പാട്ട് പിന്നെ ദേശഭക്തി ഗാനല്ലേ? ആരോടാ ഞാൻ ഇത് പറയുന്നത്? മൻമോഹൻ സിംഗിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പോ തലയിൽ ചുമ്മാട് വെച്ച മാമനല്ലേന്ന് ചോദിച്ചമ്മോ എന്താ അത്? അനക്ക് പണ്ടേ ഉള്ളതാട്ടോ ഈ ജലസ്. പണ്ടേ ഉണ്ടടി, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇട്ട് പുറത്ത് പോകുന്നുണ്ട്. അത് ലെഗിൻസ്, ഇത് ജലസ്. അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എടാ, നീ അടിയും പിടിയേറ്റൊക്കെ നടന്ന് നിന്റെ അച്ഛന്റെ അഡ്രസ് കളയല്ലേ. അഡ്രസ്, ഈ പറഞ്ഞ അഡ്രസ് എന്താണെന്നറിയാവോ? പൊന്നപ്പൻ തുണിയൂരി വടക്കരുത്, തുണിയൂരി വടക്കരുത്. 10 പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന അഡ്രസ് ആണ്. പിന്നെ ഒരു കുഴപ്പമില്ല. ആരെ തുണിയാ ഊരിയേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കുറിച്ച് ആലോചിച്ച് ചങ്ക് പൊട്ടിയാണ് നിന്റെ അച്ഛൻ മരിച്ചത്. ചങ്കുപൊട്ടി അല്ലാതെ നിമോണിയ വന്ന ഗവൺമെന്റ് ആശുപത്രി കിടന്നപ്പം കറങ്ങിക്കൊണ്ടിരുന്ന ഫാന് തലയിൽ വീണല്ലേ എന്റെ അച്ഛൻ മരിച്ചത്. നമ്മൾ പണി കഴിഞ്ഞിട്ട് വന്നു, ഉള്ളാസ് വെള്ളം കയറി എടുത്ത് തരത്തില്ല. പണി കഴിഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ തീർച്ചയായിട്ടും ലക്ഷ്മി ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങേരെ അധ്വാനിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ആ പണി കഴിഞ്ഞ് വരുമ്പോ ഇത്തിരി വെള്ളം എടുത്തു കൊടുത്താൽ എന്താ കുഴപ്പം? പണി കഴിഞ്ഞ് വരുന്ന സമയത്തെ ഒരു പൈന്റുമായിട്ടാ വരുന്നത്. അതിന് ഒഴിക്കാനുള്ള വെള്ളം എന്നോട് എടുത്ത് കൊടുക്കണോ? അത് വേണ്ട അത് കൂടെ എടുത്ത് കൊടുക്കാം. മിക്ക ദിവസങ്ങളിലും രാത്രി അത് പുറത്ത് പറയാൻ പറ്റത്തില്ലതാ. അതല്ല മിക്ക ദിവസങ്ങളിലും രാത്രി ഞാൻ കണ്ണീര് കുടിച്ചങ്ങനെ പേടിച്ചു. ഞാൻ വിചാരിച്ചു സതീശ അത് തെറ്റാണ്. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കുന്നത് തെറ്റാണ്. അവളെ കണ്ണീര് കുടിക്കുന്നത് ഞാൻ കള്ളു കുടിക്കുന്നുണ്ടല്ലോ. ഒരാൾ മാത്രം കുടിക്കുന്ന ദിവസമൊന്നുമില്ലല്ലോ. അതല്ല, പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം. നിന്നെ അറിയിക്കാത്ത വേറൊരു സാധനം ഞാൻ കാണിച്ചേർത്തെ. എന്ത്? നീ ഞെട്ടുന്നീ. എന്തുവാ? ഇത് കണ്ട നന്നൂസ്, ഇത് കണ്ട നന്നൂസ്, ഇത് കണ്ട നന്നൂസ്. എന്റെ ശരീരം മൊത്തം ഞാൻ നന്നൂസ് നന്നൂസ് ടാറ്റു അടിച്ചു വെച്ചേക്കണ്. എടി, ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിക്കണം. അല്ലെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ പ്ലാസ്റ്റിക് സർജറി ഇത് കളയണ്ട. അല്ലാണ്ട് ഞാൻ വേറൊരു പെണ്ണിന്റെ അടുത്ത് ചെല്ലണം. ഇങ്ങനെ മൊത്തം നന്നൂസ് കയറി കിടക്കല്ലേ. നീ ഇതൊക്കെ വരച്ചപ്പോ എന്തോരം വേദന സഹിച്ചടാ. ഇവിടെ എന്ത് വേദന? ഓ എന്റെ ദൈവമേ, എന്തുവാണ് അങ്ങച്ച്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ അതെനിക്ക് പറ്റില്ലടി. നമ്മുടെ വേദന അങ്ങനെ. എടാ ഒരു 6 വർഷം മുമ്പ് ഇവിടെ എന്റെ കാമുകയായിരുന്നു. 6 വർഷം ഒന്നുമില്ല ചേട്ടാ, അവൻ കള്ളത്തരം പറയുവാ. 5 വർഷമേ ഉള്ളൂ. 6ാമത്തെ വർഷം അവളെ തേച്ച്. ശരിയാ. എടാ എവളെ നിന്റെ കാമുകയാണ്. ഞാൻ എന്തിനാ കാശിരുന്നേ? എടാ മുമ്പ് ഞാൻ ഒരു കാറിൽ പോകുന്നത് നീ കണ്ടായിരുന്നു? ആ കാറും എന്റെ വീട് ഉൾപ്പെടെ പണയം വെച്ചിട്ടാണ് ഇവക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിന്റെ ബന്ധം വന്നപ്പോ ഇവൾ എന്നെ തേച്ചൊട്ടിച്ച് കൈ തന്നു. ചേട്ടാ, എന്നിട്ട് ഈ വൃത്തിയുടെ എന്നോട് പറയുവാ ചെലവാക്കിയ പലിശയും പലിശയും കൂട്ടുപലിശയും മുതലും എല്ലാം കൊടുത്തില്ലെങ്കിൽ ഇവൻ ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ നാട് നീള പാട്ടാക്കുമെന്ന്. ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമോ ചേട്ടാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ മുതുകാല നിന്റെ പൈസ മൊത്തം ഞാൻ തന്നു തീർത്തേക്കാം, അവിടെ നീ അത് പാട്ടാക്കണ്ടടാന്ന്. അങ്ങനെ മൊത്തം ഞാൻ പൈസയും കൊടുത്തു. ഇനി 30,000 രൂപയും കൂടെ ഉള്ളൂ. അവനോട് ചോദിച്ചു നോക്കും, 30,000 രൂപയും കൂടെ ഉള്ളൂ. അതങ്ങ് എടുത്തെറിഞ്ഞ് ഞങ്ങൾ കൊടുത്തേക്കേട്ടാ. പിന്നെ ഇവന്റെ മുഖം നമുക്ക് കാണുകയേ വേണ്ട. അത് കഴിഞ്ഞാ മീനൂട്ടി ഏട്ടന്റെ സ്വന്തം, വേറെ ആർക്കും അവകാശമില്ല. ആ 30,000 നീ കൊണ്ടങ്ങ് മിണുങ്ങടാ. ഇവിടെ എന്തെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ശരിയെന്നാ. അപ്പൊ 30,000 രൂപ
ഇനി നമുക്ക് വാങ്ങിക്കാം, വണ്ടിയൊക്കെ വാങ്ങിക്കാം. മേടിക്കാം. നമുക്കേ 2 ചിട്ടിയും കൂടെ തുടങ്ങിയാലോ? കയറിപ്പൊടി, ശരിക്കുള്ള ചിട്ടി. കയറിപ്പോ, ഞാൻ കൈ പോക്കറ്റ് പോ. ഇതെന്തിന്റെയാ? എന്റെ പേരെന്താടാ? റബേക്ക. റബേക്ക. എന്തോന്നാ അതിൽ അച്ചടിച്ചു വെച്ചേക്കുന്നത്? റബറുങ്ക. റബ്ബറുങ്കായല്ലടാ, ഒട്ടുപാലി. എടാ കാലാ നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ.